അമ്പലവേൽ ശിവക്ഷേത്രമാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ പുരാതന കാലം മുതലേ ഞങ്ങൾ ആരാധിച്ചു പോരുന്നൊരു ശിവക്ഷേത്രമാണിത്. മഹാശിവരാത്രിയാണ്. ശിവൻ്റെ രാത്രി, ശിവൻ ഉറങ്ങുന്ന ദിവസമാണ് ഇന്ന്. ജനങ്ങളെല്ലാവരും തന്നെ നോയമ്പ് നോറ്റ് ഇന്ന് രാത്രി ഉറക്കമൊഴിയണമെന്നാണ് നിയമം. അത് അനുസരിച്ച് പോരുന്നവരും ഇന്ന് ഉണ്ട്. അതേപോലെ തന്നെ ഈ മഹാശിവരാത്രിയുടെ ആഘോഷമാണിത്. ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഘോഷയാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഘോഷയാത്ര അമ്പലവേൽ ടൗണിൽ വന്നിരിക്കുകയാണ്. ഈ അമ്പലവേൽ ടൗണിൽ വന്നപ്പോൾ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഞങ്ങൾ വർഷം തോറും ഞങ്ങൾക്കിത് വളരെ ആഘോഷപരമാണ്. ഞങ്ങൾ വളരെ ആഘോഷമായിട്ട് എല്ലാവരും കൊണ്ടാടുന്നത്. ഞങ്ങളുടെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് ശിവരാത്രി ദിവസം അമ്പലവേൽ ജാതി മത ഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്നത്. വളരെ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണെന്ന്. ഞങ്ങളെല്ലാവരും ഒരുപാട് ജനങ്ങളാണ്, ആയിരക്കണക്കിന് ജനങ്ങളാണ് അമ്പലവേലി ടൗണിൻ്റെ ബിൽഡിങ്ങുകളുടെ മുകളിലെല്ലാം തന്നെ ബിൽഡിങ്ങിൻ്റെ തന്നെ ആൾക്കാർ നിരന്നിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും ആഘോഷപരമായിട്ട് ഞങ്ങൾ കൊണ്ടാടുന്ന ഒരു പരിപാടിയാണ് മഹാശിവരാത്രി. ഒരു പ്രധാനം തന്നെയാണ്. ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു മഹോത്സവമാണ് അത് മഹാശിവരാത്രി. വളരെ ആഘോഷമാണ്. ഞങ്ങൾ ഒത്തിരി പേരുടെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളൊരു 7-7:30 ആയപ്പോൾ തൊട്ട് കാത്തു നിൽക്കുകയാണ്. പക്ഷെ 9 മണി ആകാറായപ്പോഴാണ് നമുക്ക് വരുന്നത്. ഞങ്ങളെല്ലാവരും തന്നെ ഇത് കാണാൻ വേണ്ടി കാത്തുനിന്ന് ഫസ്റ്റിലെ തന്നെ എൻ്റെ കൂട്ടുകാരും കൊണ്ട് വന്ന് അതേ മഹോത്സവത്തിൻ്റെ കണ്ട് ഓരോരോ ദൃശ്യങ്ങളും ഇവർ ശിവനായിട്ടും പാർവതിയായിട്ടും അർദ്ധനാരീശ്വരനായിട്ടും ഒക്കെ വേഷം കെട്ടിയവരുണ്ട് ഇതിനകത്ത്. അതേപോലെ പാർവതിയായിട്ടും ശിവനായിട്ടും ഒക്കെ തന്നെ അർദ്ധനാരീശ്വരനായിട്ടും അതേപോലെ തന്നെ ഓരോ നമ്മുടെ ഓരോ ആശയങ്ങളും നമ്മളുടെ പുരാണ ഇതിഹാസത്തിൻ്റെ ഓരോ ആശയങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലോരോന്നും തന്നെ നമുക്ക് കാണാൻ വളരെ ഇമ്പമേറിയതാകുന്നു. അതേപോലെ നമുക്ക് വളരെ സന്തോഷപ്രദമായിട്ടുള്ള പാർവതിയും ശിവനും കൂടെ നാരികനുമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നാരികനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ശിവനും ആ പറഞ്ഞിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അതേപോലെ തന്നെ നമുക്ക് അർദ്ധനാരീശ്വരൻ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് അവരുടെ മേക്കപ്പ്. അതിനനുസരിച്ച് എല്ലാം അവരെല്ലാവരും വന്നിരിക്കുന്നത് പോലെ പാർവതി, അതുപോലെ ഗംഗാദേവി, അങ്ങനെ ഓരോരുത്തരെയും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാശിവരാത്രി ആഘോഷിക്കുകയാണ്. ആഘോഷപരമായി ഞങ്ങളെല്ലാവരും കൊണ്ടാടുക, ദാരികരം ചെയ്യുകയാണ്. അത് നമ്മുടെ ഇത് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. ശിവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച വ്യക്തിയാണ് ശിവൻ എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന രുദ്രാക്ഷമാല എന്ന് പറയുന്നത് ആ രുദ്രാക്ഷം ഉണ്ടാകുന്നത് ശിവൻ്റെ കണ്ണുനീരിൽ നിന്നാണെന്നാണ് പറയുന്നത്. ശിവൻ്റെ കണ്ണുനീര് നിലത്ത് വീണെടുത്തുനിന്നാണ്, ആ കണ്ണുനീരിൽ നിന്ന് പൊട്ടിമുളച്ചതാണ് രുദ്രാക്ഷമരം എന്നാണ് നമ്മളുടെ ഐതിഹ്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. ഒരുപാട് കഥകളുണ്ട് പറയാനാണ്. അതേപോലെ തന്നെ ശിവന് നമ്മുടെ പ്രത്യക്ഷത്തിൽ ഗണപതിയും സുബ്രഹ്മണ്യനും ആണെങ്കിലും അയ്യപ്പനും ശിവൻ്റെ മകനായിട്ട് തന്നെയാണ് പിറക്കുന്നത്. അതായത് മോഹിനി വേഷം പൂണ്ട മഹാവിഷ്ണുവിൽ ജനിച്ച കുട്ടിയായിട്ടാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞു പോരുന്നത്. അയ്യപ്പന് നമ്മളത് വിശ്വസിച്ച് പോരുന്നു. അതാണ് അയ്യപ്പൻ. അങ്ങനെ ശിവൻ 3 മക്കളാണെന്ന് പറയുന്നത്. അതിൽ സുബ്രഹ്മണ്യ സ്വാമിയാണ് നമുക്ക് ജ്യോതിഷം കണ്ടുപിടിച്ചതെന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. ആ ജ്യോതിഷം കണ്ടുപിടിച്ച ആദ്യമായിട്ട് ശിവൻ്റെ നക്ഷത്രമാണ് നോക്കിയതെന്നും അതിൽ ശിവന് കഷ്ടകാലമുണ്ടെന്നും ശനിദശയുണ്ടെന്നും പറയുമ്പോൾ ശിവൻ വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ആ ശിവന് ആ ശനിദശ അനുഭവപ്പെട്ടപ്പോൾ ഭിക്ഷ എടുക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അതേ സമയത്ത് ശിവൻ ഭിക്ഷ എടുത്തു കൊണ്ടുവന്നിരുന്ന ഭിക്ഷ കൊണ്ടുവന്നിരുന്നാലും ശിവൻ്റെ തൃക്കണ്ണ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകുമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ശിവൻ പുറകിലേക്ക് ഭിക്ഷാപാത്രം പിടിച്ച് ഭിക്ഷ എടുത്തിട്ടുണ്ടെന്നാണ്
പറയുന്നത്, ഐതിഹ്യങ്ങളിൽ പറയുന്നത് എല്ലാം നമ്മൾ വായിച്ചു പഠിച്ചത് മാത്രമാണ് നമ്മളീ പറയുന്നത്. നമ്മൾ എല്ലാം ശരിയാക്കണമെന്നില്ല. അന്നന്ന് എഴുതിയവർ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ മനസ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് എഴുതിയുണ്ടാക്കിയിരിക്കുന്നതാണ് ഓരോരുത്തരും. അപ്പം നമ്മളതെല്ലാം വിശ്വസിച്ച് പോരുന്നു. പക്ഷേ ശിവൻ ഇവിടെ നമുക്ക് വളരെ അതിശയമായൊരു അമ്പലമാണ്. വളരെയേറെ ഒരുപാട് ഗുണങ്ങൾ, നമുക്കൊരുപാട് ഗുണങ്ങൾ ഉള്ള ഒരു അമ്പലമാണ്. നമ്മളെന്തെങ്കിലും നമ്മുടെ ഒരു മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് സാധിക്കും. ഉദ്ദിഷ്ട ഫലസാധ്യതയുള്ള അമ്പലമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മഹാദേവനെ ആരാധിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ പേരും. ആ മഹാദേവൻ്റെ രാത്രിയാണെന്ന്. ഇന്ന് മഹാദേവൻ ഉറങ്ങുകയും നമ്മളെല്ലാവരും ഉണർന്നിരിക്കുകയും വേണമെന്നാണ് പണ്ട് കാലത്ത് കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ശിവരാത്രിയെക്കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ ഇന്ന് ശിവരാത്രി മഹോത്സവം ആഘോഷിക്കാൻ വേണ്ടി ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. സന്തോഷപൂർണമായ ശിവരാത്രി ദിവസമാണ് എല്ലാവരും. അതേപോലെ തന്നെ ശിവൻ്റെ അമ്പലത്തിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ച മുതൽ അന്നദാനമുണ്ട്. എല്ലാവർക്കും ഉള്ള ഭക്ഷണം എത്ര ആൾക്കാർ വരുന്നു അത്രയും ആൾക്കാർക്കുള്ള ഭക്ഷണം ഇവിടെ കൊടുക്കുന്നുണ്ട്. അന്നദാനം ഒരു 12 മണിക്ക് മുമ്പ് തന്നെ അന്നദാനം ആരംഭിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും ചേർത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ പിരിയുള്ളൂ. അതേപോലെ വളരെ ആഘോഷകരമായുള്ള, ഇവിടെ ജാതിയോ മതമോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ഇത് ആഘോഷങ്ങൾ കാണാനും ഇതിനു വേണ്ടി ധനസഹായം ചെയ്യാനും എല്ലാവരും സന്നദ്ധരാണ്. ആർക്കും ആരെയും വേർതിരിച്ച് നിർത്തുന്ന ഒരു സമ്പ്രദായം ശിവരാത്രി ദിവസമൊന്നല്ല, വയനാട്ടിലേക്കില്ല. അതാണ് പറയുന്നത്. ഞങ്ങൾ വയനാട്ടിലുള്ള ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. എപ്പോഴും ഞങ്ങൾക്കിവിടെ ജാതിയോ മതമോ മഹോത്സവമാണ്. വയനാട്ടിൽ പണ്ട് കുടിയേറിയ കാലം മുതലേ എല്ലാവരും ഒന്നിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. കുടിയേറ്റ കാലത്ത് മൃഗങ്ങളുടെ ശല്യവും അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങളെല്ലാം ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നമ്മുടെ വയനാടിനെ കുറിച്ച്. വയനാടെന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും വിചാരിക്കുന്നത് ഒരു മരമുക്കാണ്, ഇവിടെ ഒന്നുമില്ല എന്നൊക്കെയുള്ള വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പക്ഷേ വയനാട് ഏറ്റവും വയനാട്ടിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. വയനാടിന് ഒരുപാട് നന്മകളുള്ള നാടാണ് വയനാട്. മലനാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം കനകം വിളയുന്ന മലനാടാണ് ഞങ്ങളുടെ വയനാട്. എല്ലാവരും വളരെ ആഘോഷപരമായി ചെറിയ മക്കളുടെ പരിപാടികളാണ്. ഇവർ കളിപ്പയറ്റ് പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ആ അടവുകളാണ് അവർ കാണിക്കുന്നത്. ഓരോ ചുവടുകളും അവർ വെച്ച് കാണിക്കുകയാണ്. നമ്മളെ ഇതെല്ലാം കണ്ട് നമുക്ക് ജനങ്ങളെ ഞാനൊന്ന് കാണിക്കുകയാണ്. നമ്മൾ വരാനുണ്ട്. അതുപോലെ പല പരിപാടികളും ഈശ്വരൻ്റെയും അതേപോലെ തന്നെ പാർവതി വളരെ നല്ലൊരു പരിപാടിയാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞങ്ങളുടെ സന്തോഷം കൊണ്ടാണ് പിന്നെയും ഇതെല്ലാം നമുക്കിവിടെ വന്നാൽ കാണാൻ കഴിയും. ഒരു വർഷം തോറും ഞങ്ങൾ വളരെ ശിവരാത്രി വളരെ ഇതായിട്ടാണ് ആഘോഷിക്കാറ്. ഞങ്ങൾക്ക് ശിവരാത്രി എന്നല്ല എല്ലാ പരിപാടികളും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ മലനാട് വളരെ എല്ലാം അതേപോലെ തന്നെ ആദായങ്ങളൊക്കെ എടുത്ത് എല്ലാം അയക്കുന്ന സമയമാണ്. കാപ്പി, കുരുമുളക്, ഏലം ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇവിടെ വന്നാൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്.
പറ്റുന്നവർക്ക് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അമ്പലവയൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലവയൽ പഞ്ചായത്തിൽപ്പെട്ടതാണ്. അമ്പലവയലിലെ നെന്മേനി പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട് കിടക്കുന്നതാണ് അമ്പൂത്തി, ഈടക്കൽ ഗുഹ, അതേപോലെ തന്നെ അമ്പലവയൽ കൃഷി ഫാം, അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ കാരാപ്പുഴ ഡാം, അതേപോലെ ഫാൻഡൻ റോക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നാൽ കാണാനുണ്ട്. ഇതെല്ലാം അടുത്തടുത്ത് കഴിഞ്ഞാൽ ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അതുകൊണ്ട് വയനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വയനാട്ടിൽ വരിക, ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വന്ന് കാണുക. പെൺകുട്ടികൾ ഇതൊരു കളരി പോയിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. കണ്ടോ, വളരെ സന്തോഷപരമായിട്ട് നമുക്കെല്ലാവർക്കും തന്നെ വളരെ ആഘോഷപരമായിട്ട് നമ്മുടെ ഇന്നത്തെ മഹാശിവരാത്രി ആഘോഷിക്കാൻ ഞങ്ങളെല്ലാവരും ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. ശിവരാത്രി കഴിഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസമാണ് ഞാൻ ഇതാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നാളെയും ഞങ്ങളുടെ ശിവരാത്രി ആഘോഷം കാണാം. ഞങ്ങളുടെ വയനാട്ടുകാരുടെ ശിവരാത്രി ആഘോഷം നിങ്ങൾക്ക് നാളെയും കാണാൻ കഴിയും. അപ്പം ഞാൻ നാളെ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാനിത് സമർപ്പിക്കും. ഇപ്പം ഞാനിന്ന് ഇതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുകയാണ്. കുംഭകുടം തുള്ളാണ് ഞങ്ങളിതിവിടെ പറയുക. കാവടിയാട്ടമുണ്ട്, കുംഭകുടം തുള്ളലുണ്ട്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. ഓരോരോ കലാപരിപാടികളും ഓരോരുത്തരും അവതരിപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിൻ്റെ പുറകിൽ ഇനിയും വരുന്നുണ്ട് ഓരോ പരിപാടിയായിട്ട്. ഇതൊക്കെ വന്ന് കാണണം നിങ്ങൾ. വയനാടിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. വയനാട്ടിൽ എല്ലാ ആഘോഷങ്ങളും നന്നായി ആഘോഷിക്കും. കാരണം ഇപ്പോൾ ഞങ്ങളുടെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ സമയമാണ്. ആ സമയമാകുമ്പോൾ എല്ലാവർക്കും തന്നെ നമുക്ക് കുറേ പേർക്കൊന്നും ആദായം എടുക്കുക, ഒരുപാട് ആദായം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ആദായം ഉള്ളവരെല്ലാവരും തന്നെ നമ്മൾക്ക് ഈ അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായി സംഭാവന ചെയ്യും. അതേപോലെ തന്നെ അമ്പലവയൽ ടൗണിലുള്ള കടക്കാരെല്ലാം സഹകരിക്കും. അതേപോലെ തന്നെ ഓരോരുത്തർ കഴിവിനനുസരിച്ച് ചെയ്യുന്നവരുണ്ട്. അന്നദാനത്തിന് ഓരോരുത്തർ ഏറ്റെടുത്താണ് അന്നദാനം നടത്തുന്നത്. അങ്ങനെയല്ല, ഇവിടെ വരുന്ന സർവ്വജനങ്ങൾക്കും ഭക്ഷണമുണ്ട്. ഭക്ഷണം വേണ്ടവർക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. അവിടെ ചെന്നിട്ട് അമ്പലത്തിൻ്റെ അടുത്ത് രാവിലെ വെളുപ്പിനെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം പാചകപ്പെടുത്താനും. അത് തന്നെ കറക്റ്റ് 12 മണിയായപ്പോൾ തൊട്ട് അന്നദാനം തുടങ്ങുകയും ചെയ്തു. ഇതൊക്കെ വളരെ ആഘോഷപരമായ പരിപാടിയാണിത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. ശിവരാത്രി വരുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും ആഘോഷപരമായി കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്നത്തെ പരിപാടി. ഓരോരോ വൈകിട്ട് പോവുകയാണ്. അമ്പലവയൽ ടൗണാണ്, അമ്പലവയൽ ടൗണാണ്. ഞങ്ങളൊത്തിരി പേരുണ്ട്. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 7 മണിയായപ്പോൾ തൊട്ട് നിൽക്കുന്നത്. 9 മണിയായി ഘോഷയാത്ര എത്തുമ്പോഴേക്കും. വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത് കാണുക എന്ന് പറയുമ്പോൾ. ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഇവിടെ മാത്രമല്ല, അമ്പലവയൽ മാത്രമല്ല, കേണിത്തറ, കോളേരി ആ ഭാഗമെല്ലാം ഭയങ്കര ഇതുപോലെ തന്നെ ശിവരാത്രി ആഘോഷിക്കും. കോളേരി ശിവരാത്രിയാണ് വയനാട്ടിൽ ഏറ്റവും വലിയ ശിവരാത്രി. കോളേരി ശിവരാത്രി ആഘോഷമാണെന്നാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ സാമ്യമായിട്ട് തന്നെ ഇപ്പോൾ അമ്പലവയലിലും അതേ ശിവരാത്രി, അതേ ആഘോഷം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ആദ്യമെല്ലാം കേണിത്തറ കോളേരി ഭാഗത്തുള്ള അമ്പലത്തിലായിരുന്നു ഏറ്റവും വലിയ ശിവരാത്രി മഹോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അമ്പലവയൽ പഞ്ചായത്ത്, ഇപ്പോഴെന്നല്ല, അമ്പലവയൽ പഞ്ചായത്ത് ഒരു 10-30 വർഷമായിട്ട് നന്നായി ആഘോഷിക്കുന്നുണ്ട് ശിവരാത്രി മഹോത്സവം. ശിവരാത്രി മഹോത്സവം 30 വർഷമല്ല ആഘോഷിക്കുന്നത്, പണ്ട് മുതലേ ഉണ്ട്. എന്നാൽ ഓരോ വർഷം തോറും അതിനെ വിപുലീകരിച്ച് കൊണ്ടുവരികയാണ്. പിന്നെയും ഓരോ പരിപാടികൾ പിന്നെയും കൂടുതലാക്കി കൊണ്ടുവരികയാണ്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് 14 വയസ്സേ പ്രായമുള്ളൂ. അന്ന് മുതലേ
ഞാനിത് കണ്ടുവരുന്നുണ്ട്. എനിക്കിപ്പോൾ 70 വയസ്സ് പ്രായമുണ്ട്. അന്ന് മുതലേ കണ്ടുവരുന്ന അമ്പലവയൽ ശിവരാത്രി ആഘോഷം വളരെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് കാവടിയാണ്. കാവടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും ഓരോ പരിപാടികളായിട്ട് ഇങ്ങനെ കടന്നു കൊണ്ടിരിക്കുകയാണ്. കൂടി ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നേരെ പോകുന്നത് അവിടെ ശിവക്ഷേത്രം ഉണ്ടാകുന്ന പോയിട്ട് അതാണ് വളരെ കാണാൻ വളരെ ഇമ്പമുള്ളതാണ്. എല്ലാവരും ശിവരാത്രിക്ക് വരാത്തവരുണ്ടെങ്കിൽ അടുത്ത ശിവരാത്രിക്ക് ഏതായാലും വന്നിരിക്കണം. നിങ്ങളെല്ലാവരും വന്നിത് കണ്ടിരിക്കണം. അടുത്ത ശിവരാത്രിക്ക് വരാത്തവരെല്ലാവരും വരാത്തവരും കൂടെ കൂടി അടുത്ത പ്രാവശ്യം വന്ന് നമ്മുടെ അമ്പലവയൽ ശിവരാത്രി ആയിരക്കണക്കിന് പ്രായഭേദമന്യേ എല്ലാവരും തന്നെ ഒത്തിരി പ്രായമായവരുണ്ട്, പ്രായം കുറഞ്ഞവരും കുട്ടികളും എല്ലാവരും തന്നെ. എല്ലാവരും ആ കുട്ടികളുടെ തൂക്കുള്ള കാര്യം കൊണ്ട് പോകുന്നത് കാണാൻ പട്ടുപാവാട എടുത്ത പെൺകുട്ടികളുണ്ട്. ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. വളരെ ആഡംബരപൂർണ്ണമായ ശിവരാത്രി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവരാത്രി മഹോത്സവം അതേപോലെ അമ്പലത്തിൻ്റെ ഒക്കെ സ്റ്റേജിൽ ആ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യാത്തിൽ തന്നെ അവിടെയും കലാപരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ വൈകുന്നേരം ഒരു 5:30-6 മണിയായപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 9 മണി കഴിഞ്ഞു. ഈ കാലം അമ്പലത്തിലെത്തുമ്പോഴത്തേക്ക് 11 മണിയാണ്. ഈ നേരെ നമുക്കെല്ലാവർക്കും കണ്ട് സന്തോഷിക്കാൻ എല്ലാവരും വരണം. ഈ വർഷം വരാത്തവരും കൂടെ അടുത്ത പ്രാവശ്യം വരണം. എല്ലാവരും വരാനുണ്ട്. ശിവരാത്രി ദിവസം ഒരാൾ പോലും മാറി നിൽക്കുന്നത്. എല്ലാവരും തന്നെ ഈ പരിപാടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വളരെ എല്ലാം കൊണ്ടും. അതുപോലെ ഇപ്പോൾ ഈ വർഷം പൂപ്പൊലി കഴിഞ്ഞിട്ടുണ്ട്. പൂപ്പൊലി ഞങ്ങൾക്ക് ജനുവരി 1 മുതൽ പൂപ്പൊലിയായിരുന്നു. അതും നല്ലൊരു ആഘോഷപരമായ പരിപാടിയാണ്. ജനുവരി 1 മുതൽ പൂപ്പൊലിയായിരുന്നു. എല്ലാ വർഷവും ഇവിടെ നടത്തി വരുന്നതാണ് ഈ പൂപ്പൊലി മഹോത്സവം. അതും നിങ്ങൾ വന്ന് കാണണം. അതുപോലെ തന്നെ പൂപ്പൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. എല്ലാം കണ്ട് ആസ്വദിക്കാനും എല്ലാത്തിലും തന്നെ നമുക്ക് അതേപോലെ തന്നെ വിപണനമേളയുണ്ട്. അതിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയും നമുക്ക്. അങ്ങനെയുള്ള പൂപ്പൊലിയും വളരെ നല്ല ഞങ്ങളുടെ അമ്പലവയൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും എല്ലാം നിറഞ്ഞൊരു പഞ്ചായത്താണ് അമ്പലവയൽ പഞ്ചായത്ത്. ഓരോരുത്തരും വരിക, കാണുക, ആസ്വദിക്കുക. അമ്പലവയൽ പഞ്ചായത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ അമ്പലങ്ങൾ, ഒരുപാട് അമ്പലങ്ങളുള്ള ഒരു പഞ്ചായത്തും കൂടിയാണ് അമ്പലവയൽ പഞ്ചായത്ത്. ഇതാണ് താലപ്പൊലി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ പുറകിലും വരുന്നുണ്ട് ഓരോരോ പരിപാടികൾ. എല്ലാം നിങ്ങൾ കാണണം. ഓരോന്നും നിങ്ങൾ കണ്ട്, പിന്നെ മാത്രമല്ല എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ പ്രായത്തെ ഇതിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാനിതിനുള്ളിലെല്ലാം കയറി ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ശിവൻ എന്നെ അനുവദിച്ചു, മഹാദേവൻ എന്നെ അനുഗ്രഹിച്ചു. അതിൻ്റെ പേരിൽ എനിക്കിതെടുക്കാൻ കഴിഞ്ഞു.
എനിക്കതിനുള്ള ആരോഗ്യം ദൈവം തന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ്. ഇതിനുള്ളിലൊക്കെ കയറിയെടുക്കാനുള്ള ഒരു ആരോഗ്യം ദൈവം എനിക്ക് തന്നു. ഒരുപാട് പ്രായമുള്ളവരുമുണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ താലപ്പൊലിക്കകത്ത് ഒരുപാട് പ്രായമുള്ളവരുമുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അങ്ങനെ കണ്ട താലം എത്ര നേരം ഈ താലം കടന്നു പോകാൻ തുടങ്ങിയിട്ടെന്നറിയും. ഞാനിത് ഷോർട്ടാക്കി എടുത്തതാണ്. ആയിരക്കണക്കിന് പേരാണ് താരവുമായിട്ട് പോകുന്നത്. ഞാനിത് ഷോർട്ടാക്കി എടുക്കുകയാണ്. കാരണം എല്ലാവരും കൂടെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കണ്ടമാനം വീഡിയോ ഒരുപാട് പോകുമല്ലോ എന്ന് കരുതിയാണ്, ഒരുപാടാകും എന്ന് കരുതിയാണ് ഞാനിങ്ങനെ ഷോർട്ടായിട്ടെടുത്തത്. പ്രായമായ അമ്മമാരായി ഈ ഭാഗത്തെല്ലാം നിൽക്കുന്നത്. ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ പ്രായമായവരാണ്. അവർക്കെല്ലാം മഹാദേവൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അവർക്ക് നടന്നു പോകാൻ കഴിയുന്ന. ഇത്രയും എത്ര നേരമായി അവർ നിൽക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ. എല്ലാവരും തന്നെ 4 മണിക്ക് മുമ്പേ താലത്തിന് വേണ്ടി അവിടെ ചെന്ന് നിൽക്കുന്നതാണ്. അതിനുശേഷം അവരൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ ഈ അതിനുശേഷം 6 മണി കഴിഞ്ഞതിന് ശേഷമാണ് താലം അവിടുന്ന് പോരുന്നത്. പ്രായമായവരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതിനകത്ത്. അവർക്കെല്ലാം ദൈവം ആരോഗ്യവും ആയുസ്സും കൊടുത്തത് കൊണ്ടാണല്ലോ അവർക്കതിന് കഴിയുന്നത്. ഇത്രയും നേരവും നിന്ന് അവർ പോവുകയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ. കാരണം എല്ലാവരും ഈ സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത് അതുപോലെ പെൺകുട്ടികളൊക്കെ പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പ്രായമായവരാണ് കൂടുതൽ പേരും ഇതിനകത്തുള്ളത്. അങ്ങനെ താലപ്പൊലി കടന്നു പോയിരിക്കുകയാണ്. ഞാനിവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ തന്നെ നിന്നിട്ട് അടുത്തെന്താ വരുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ നിൽക്കുകയാണ്. താലപ്പൊലി അങ്ങ് കടന്നുപോയി. അടുത്തായിട്ടൊരു വണ്ടിക്കകത്ത് ഒരു ഗുഡ്സ ഓട്ടോറിക്ഷയാണ്. അതിനകത്താണ് ഇനി അടുത്ത വരുന്നത്. എന്താണെന്ന് നോക്കാം. ആന വരുന്നുണ്ട്. ഒരു ഗജവീരൻ തന്നെയാണ്. ഒരു ഗജവീരൻ വരുന്നുണ്ട്. അതാ കാണുക നിങ്ങൾ. ഓരോ പരിപാടികളും കടന്ന് പോകുമ്പോൾ ഞങ്ങൾ പിന്നെയും ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് കണ്ടോ. ഇത് വളരെ സൗകര്യമായിട്ട് നമുക്ക്. അതേപോലെ തന്നെ അമ്പലവയലിൽ പോലീസ് സേവനം ഭയങ്കര അപാരമാണ് കേട്ടോ. അവർ ഇത്രയും പേരെ നിയന്ത്രിച്ചെല്ലാം നിർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആർക്കോ ഒരു വീഡിയോ എടുക്കുന്നവർക്കോ എടുക്കരുതെന്ന് പറയുമോ അങ്ങനെ ഒരു ശല്യം അവർ ചെയ്യുന്നില്ല. നമ്മളെ ആരെയും ഒന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല. പോലീസുകാരൊക്കെ നമ്മുടെ അടുത്തൂടെ കടന്നു പോകുന്നുണ്ട്. അവരെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും മാറി നിൽക്കി, ഫോട്ടോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട, മാറ്, അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. മറ്റുള്ളവരെ എല്ലാവരും നിയന്ത്രിക്കുന്നുമുണ്ട്. അപ്പം തന്നെ അവർ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം അവിടെ ചെയ്തു തരുന്നുമുണ്ട്. അതേപോലെ അമ്പലവയലിൽ പോലീസിൻ്റെ സേവനം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയത്തില്ല. അവർ ഇത്രയും ജനങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വാളണ്ടിയേഴ്സും നല്ല സഹകരണമാണ്. അവരൊന്നും ആരെയും ഒരു ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ആരും ഒന്നും എതിര് പറയുന്നില്ല. നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ നമുക്ക് ചെന്നെടുക്കാം. പക്ഷേ പിന്നെ നമ്മൾക്കറിയാമല്ലോ, എന്തിൻ്റെയും അതിനൊരു പരിഗണനയുണ്ടല്ലോ. നമുക്ക് എന്ത് കാര്യത്തിനും ഒരു പരിമിതിയുണ്ടല്ലോ. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. പരിമിതി വിട്ട് നമ്മൾ ചെയ്യാതിരുന്നാൽ മതി. അപ്പം നമ്മളെ ആരും നിയന്ത്രിക്കാനും വരത്തില്ല, ഒന്നും വരത്തില്ല. ഇവിടെ നമുക്ക് യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടില്ല. അവർ എല്ലാം നല്ല സൗകര്യമായിട്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ. എൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒന്നിനും യാതൊരു ശല്യവും ഇല്ലായിരുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളും അവിടെ വരുന്നില്ല. വളരെ സന്തോഷപരമായിട്ട് എല്ലാവർക്കും എല്ലാം കാണാനും എടുക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ കണ്ട് ഇതെടുത്ത് എനിക്ക് വളരെ
സന്തോഷമായി. ഞാൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോന്നും കണ്ടും എടുത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തത് ഇത് ആന വന്നതോടുകൂടി പിന്നെ ഈ ഭാഗത്തത് ഇത് തീരാറായിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ആന അടുത്തൂടെ എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെയും നിൽക്കുകയാണ്. ആന അടുത്തേക്ക് വരട്ടെ, ദൂരേന്ന് വരുന്നതായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ അടുത്തേക്ക് വരട്ടെ എന്നോർത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും ആനയൊക്കെ ഒരു ഇതല്ലേ നമുക്ക് ഏറ്റവും എല്ലാ മനുഷ്യർക്കും ആനയെ കണ്ട ആരും മടുക്കത്തില്ലല്ലോ. ആനയോട് കാര്യം ആന കാട്ടാന ഇറങ്ങി ശല്യം ഉണ്ടെങ്കിൽ പോലും അത് വയനാട്ടുകാർ ഞങ്ങൾക്ക് ഒരുപാട് ശല്യമുണ്ട് ഇപ്പോൾ ആനയെ കൊണ്ടൊക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആന പുലി അങ്ങനെ കുരങ്ങ് അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക്. എങ്കിൽ പോലും നമുക്ക് ആനയെ കാണുന്ന ഒരു സന്തോഷം തന്നെയല്ലേ. ആന വരുന്നതും പോകുന്നതും എല്ലാം നമുക്ക് ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനതാ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ള ഞങ്ങളുടെ മഹാശിവരാത്രി ആഘോഷം പൊടിക്കുകയാണ്. വളരെ സന്തോഷമായിട്ട്. അതുപോലെ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ ചെറിയ മക്കളെയും കൊണ്ട് അമ്മമാർ നിൽപ്പുണ്ട്, എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അവരിങ്ങനെ ഓരോന്നോരോന്ന് പറയുന്നുണ്ട്, നല്ലോണം എടുക്ക് ഇതെടുക്ക് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആരും എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല. ആരും വീഡിയോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ അതെടുക്കണ്ടെന്നോ ഒന്നും പറയുകയും ചെയ്തില്ല. എന്നെ തള്ളുവോ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും ഒരു മനസ്സാലെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ. ഇന്ന് അമ്മ പെറ്റ മക്കളാണ് പിന്നെയും ശത്രുക്കൾ. അതിനേക്കാൾ നല്ല സഹകരണമാണ് മറ്റുള്ളവരെന്നോട് സഹകരിക്കുന്നത്. ഇന്ന് ശത്രുക്കൾ അവനവൻ്റെ സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ അല്ല, അപ്പോൾ അത് പറയുന്നതിൽ തെറ്റായി പോകും. കാരണം ഇന്നത്തേക്ക് നമ്മൾ ഓരോ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന നമ്മളെ തകർത്തുന്ന. നന്ദി, നമസ്കാരം. ഞാൻ നിർത്തുകയാണ്. ഇനി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഞാൻ നിർത്തുകയാണ്. ഞാൻ കുറച്ചും കൂടെ ആൾക്കാരെ ഇത് നിർത്താൻ ഞാൻ നോക്കിയപ്പോഴും എനിക്ക് പിന്നെയും കുറച്ചും കൂടെയൊക്കെ ആൾക്കാർ പോകുന്നത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളോടെല്ലാവരോടും തന്നെ. ഇനി അടുത്ത വർഷം ശിവരാത്രി കാണാനും വീഡിയോ എടുക്കാനും ദൈവം എനിക്ക് ആയുസ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കും ദൈവം ആയുസ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആന എൻ്റെ അടുത്തൂടെ വന്ന് പോവുകയാണിപ്പോൾ. ഞാൻ അതെല്ലാം നോക്കി അങ്ങനെ കണ്ട് സന്തോഷത്തിൽ നിൽക്കുകയാണ്. ആന എൻ്റെ അടുത്തൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ഈ ശിവരാത്രി അങ്ങനെ കഴിഞ്ഞു പോയി. അടുത്തൊരു ശിവരാത്രിക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ട ശിവരാത്രിയുടെ ആഘോഷങ്ങൾ